ഒരു സംഭവം ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ. ഞാൻ എൻ്റെ മദ്രസയുടെ വലിയ പെൺകുട്ടികളോട് പറഞ്ഞതാണ്, ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുത്തൂർ പരിസരത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി. ആരാണ് ആ പെൺകുട്ടി? ഒരു അടുത്ത ശരീഅത്ത് സ്ഥാപനത്തിൽ PUCയും ശരീഅത്തും പഠിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ നടത്തി. അങ്ങനെ അഡ്മിറ്റായി. സുബ്ഹാനല്ലാഹ്, ക്ലാസ് തുടങ്ങി കുറച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പായി ഈ പെണ്ണിനെന്തോ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ട് തോന്നി വരുന്നു. ഈ വിദ്യാർത്ഥിനിക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി വരുന്നു. ഡോക്ടറെ സമീപിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. ഇല്ല, ഈ കുട്ടിക്ക് സമാധാനമില്ല. ഫസ്റ്റ് PUCയും പഠിക്കുന്നു, ശരീഅത്തും പഠിക്കുന്നു. നല്ല ചെറുപ്പക്കാർത്തി പെൺകുട്ടിയാണ്. അല്ലാ, ഏത് ഡോക്ടറെ കാണിച്ചാലും സുഖമില്ല. അല്ലാ, പിന്നീട് നല്ല പരീക്ഷണക്ക് വിധേയമാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ആ പെണ്ണിനെ പരിശോധിച്ചപ്പോൾ ആ പെണ്ണിന് ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുന്നു. ഇനി ആരെ ജീവിക്കൂല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിയെ എങ്ങനെയാണ് അറിയിക്കുന്നത്? ഇല്ല, കുട്ടി മനസ്സിലാക്കുന്നില്ല. ഈ പെൺകുട്ടി കഴിയുന്ന ദിവസം കോളേജിലേക്ക് പോകുന്നു, അല്ലാത്ത ദിവസം വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ എനിക്കെന്താണ് സംഭവിച്ചത്? എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വരുന്നല്ലോ, കുറെ ഡോക്ടർമാരെ നിങ്ങൾ സമീപിച്ചല്ലോ, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ആ പെൺകുട്ടി ഉമ്മയോട് ചോദിച്ചപ്പോൾ ഏത് നാവ് കൊണ്ടാണ് ഉമ്മ ആ കുട്ടിയോട് പറയുന്നത്? ഇല്ല, പറയാൻ കഴിയുന്നില്ല. അവസാനം ഒരു ദിവസം ആ കുട്ടി മനസ്സിലാക്കി, എന്തോ വാർത്ത കുട്ടിക്ക് കിട്ടിപ്പോയി. ഉമ്മാനെ വിളിച്ച് പറയുന്നു, ഉമ്മ, എന്നോട് നിങ്ങൾ മറച്ചു വെച്ചല്ലോ, എനിക്ക് മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ടല്ലോ, ഞാനിനി അധികകാലം ജീവിക്കൂലല്ലോ. ആയിക്കോട്ടെ ഉമ്മ, നിങ്ങൾ ബേജാറാകണ്ട. അള്ളാഹു എനിക്ക് എത്ര ആയുസ് തരുന്നോ അതുവരെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഉമ്മ, എനിക്ക് പരിശുദ്ധ ഉംറയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വേണ്ടി എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധക്കാർ, എൻ്റെ രക്ഷിതാക്കൾ തന്ന പണമെല്ലാം സ്വരൂപിച്ച് കുറച്ച് പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിനി ഉംറക്ക് പോകാൻ കഴിയില്ല എന്നെനിക്കറിയാം, റൗളയിൽ പോകാൻ കഴിയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഉമ്മ, അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ, ആ പൈസ എടുത്തിട്ട് എൻ്റെ ഖബറിൻ്റെ അരികിൽ നിങ്ങൾ ഖുർആൻ ഓദിക്കാൻ ഓർമ്മപ്പെടുത്തണേ, അതിനുള്ള ഏർപ്പാടാക്കണേ. പ്രിയപ്പെട്ട പെണ്ണുമോളുടെ ആ മോളുടെ വസിയത്താണ് ഉമ്മയോട്. ഉമ്മ കരഞ്ഞ് തലയാട്ടുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ആ പെൺകുട്ടി മരണപ്പെട്ടു പോകുന്നു. പെൺകുട്ടി ശേഖരിച്ച് വെച്ച പൈസ എടുത്തിട്ട് നോക്കുമ്പോൾ 17,000 18,000 അതിലുണ്ട്. അതിലേക്കൊരൽപ്പം പൈസ കൂട്ടിയിട്ട് ആ പെൺകുട്ടി മരണപ്പെട്ട് ഖബറടക്കി കഴിഞ്ഞ ശേഷം അതാ ആ ഖബറിൻ്റെ അരികിൽ ജാമഖത്തം ഏർപ്പാടാക്കി, ഖുർആൻ ഓദിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ നല്ല കുട്ടികളുണ്ട്, എത്രയോ സ്വാലിഹത്തായ മക്കളുണ്ട്, എല്ലാ ദിവസവും നിസ്കാരത്തിന് വരുന്ന മക്കളുണ്ട്, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും തെറ്റാതെ സ്വലാത്തിന് വരുന്ന മക്കളുണ്ട്, നല്ല സ്വഭാവമുള്ള മക്കളുണ്ട്, നല്ല വിദ്യാർത്ഥികളുണ്ട്. ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുന്നതല്ല. അതേ, ചെറിയ പ്രായം സഹജമായ ചെറിയ കുരുത്തക്കേടുകളെല്ലാം നമ്മുടെ മക്കളിൽ ഉണ്ടായാൽ തന്നെ മക്കളെ ചീത്ത പറയാതെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ എന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ദുആ കേൾക്കുന്ന അല്ലാഹ്, എനിക്ക് നീ ത്വയ്യിബത്തായ നല്ല സ്വാലിഹായ സന്താനം നൽകണേ. അതുകൊണ്ടല്ലേ എൻ്റെ പ്രിയ